everyone, welcome to ROSHNI's Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൊണ്ടാണ്. അതായത് നമ്മുടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മസാല ബ്രെഡ് ആണ്. അപ്പം കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് മസാല ബ്രെഡ് കുറച്ച് ടേസ്റ്റി ഹെൽത്തി ഒക്കെ ആക്കുന്നതെന്ന് കാണിക്കാനാണ് ഞാനിന്ന് വന്നത്. അപ്പൊ നമുക്ക് ഈ മസാല ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമ്മുടെ മസാല ബ്രെഡിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാപ്സിക്കവും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം. ക്യാബേജോ ബീൻസോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആണ് ഇവിടെ ചേർക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ടൊമാറ്റോ അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം, ടൊമാറ്റോ പേസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ചേർത്താൽ മതി. ടൊമാറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടികളെന്ന് പറയുമ്പോൾ കുറച്ച് ഗരം മസാലയും യൂസ് ചെയ്യുന്നുണ്ട്, പെപ്പർ പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില്ലി പൗഡർ വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ, അത് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മസാല ബ്രെഡ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം. നമ്മുടെ മസാല ബ്രെഡ് ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടല്ലോ, നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് അല്ലേ, അതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഓയിലൊന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് ബട്ടർ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടർ തേച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് തേച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടാണെങ്കിലും റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെഡ് ആണെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രെഡ്, ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഇവിടെ ടോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബ്രെഡ് പൊടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പം നന്നായി നമുക്ക് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. എന്താണ് നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കരിച്ചൊന്നും കളയില്ല കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം. അതിന് ഞാനൊരു പാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എല്ലാം ക്യൂബ്സ്, ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, ഗീ വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗീയോ ബട്ടറോ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കും നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഉപ്പപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയെ. ഉള്ളി പെട്ടെന്ന് വഴലും. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഉള്ളിയൊക്കെ വഴലാറാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ക്യാരറ്റും നമ്മുടെ ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാബേജ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒന്നും ചേർക്കേണ്ട, മുട്ട മാത്രം ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ മുട്ട മാത്രം ചേർത്താലും മതി. അപ്പം നമ്മുടെ ഈ ക്യാപ്സിക്കോ നമ്മുടെ ക്യാരറ്റൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മുടെ മുട്ട ചേർത്താൽ മതി. നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയുടെ കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. നിങ്ങളുടെ എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഞാൻ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാനൊരു മുട്ട ഒഴിക്കുന്നുണ്ട്. ഈ മുട്ട നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മുട്ട നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മുട്ട മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചേർക്കാൻ കുഴപ്പമില്ല. നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ആ വഴറ്റുന്ന സമയത്ത് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്തുകൊണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സോസ് ആയതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിയും നമ്മുടെ ക്യാരറ്റും എല്ലാം വഴറ്റിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എന്ന് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ക്യൂബ്സ് ആക്കിയായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ മസാലയൊക്കെ അടി കിടക്കുമല്ലേ, അതെല്ലാം നമ്മുടെ ബ്രെഡിൽ നന്നായിട്ട് കോട്ടാവണം. പക്ഷെ കണ്ടോ ബ്രെഡിന്റെ കളറൊക്കെ ഇപ്പൊ മാറിയില്ല. മസാല എല്ലാം കോട്ടായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡുമായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്യണം. ബ്രെഡിന്റെ കളറൊക്കെ ഫുൾ മാറിയില്ലേ, നമുക്ക് മസാല നന്നായിട്ടായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മസാല ബ്രെഡ് റെഡി ആയിരിക്കുകയാണ്. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ മസാല ബ്രെഡ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഭയങ്കര ഹെൽത്തിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഹെൽത്തിയാണത്. അതുപോലെ ചില കുട്ടികൾക്ക് പച്ചക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനെ ഒന്ന് സ്ക്രംബിൾ ചെയ്ത് നമ്മുടെ കുറച്ച് ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളും. പാത്രം കാലിയാകുന്ന വഴി അറിയേ വേണ്ട. അപ്പം നല്ലൊരു റെസിപ്പി അല്ലേ ഇത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ചാനൽ കാണുമ്പോൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.